ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തൃത്താല UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെ വിമർശിച്ച് മുൻ KPCC അംഗം K മുഹമ്മദ്. ബൽറാമും മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും പാർട്ടിയെ നശിപ്പിച്ചെന്ന് മുഹമ്മദ് പറഞ്ഞു. വിമത പ്രവർത്തനമാണ് VT ബൽറാം തൃത്താലയിൽ നടത്തുന്നതെന്നും അവർ ആരോപിച്ചു. ആളുകളുടെ അംഗീകാരം അല്ലെങ്കിൽ അവരുടെ ഒരു ഏറാൻ മൂളികളായി നിൽക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, നിരന്തരമായി പാർട്ടിക്കെതിരെ റബൽ നിർത്തുക, പാർട്ടിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ റബൽ നിർത്തുക, പാർട്ടിക്കെതിരെ ഭീഷണി ഉയർത്തുക, പാർട്ടിയെ മുൾമുനയിൽ നിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ശ്രമിക്കുക, നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയാണ് അവിടെ പാർട്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാമും മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും നിരന്തരമായി 1991 മുതലുള്ള ചരിത്രം നമുക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയും. പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് പേരിൽ നടപടിയില്ല. ആരോടെങ്കിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്നോട് കാണിക്കുന്ന സമീപനത്തിന്റെ പേരിൽ അനുഭാവം പ്രകടിക്കുന്ന പേരിൽ അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് ദിവസങ്ങളിൽ പോലും അച്ചടക്ക നടപടി സ്വീകരിച്ച് എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമം നടത്തുന്നു. കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുടെ മനോവീര്യം തകർക്കുകയും ഇഷ്ടക്കാർക്ക് അനർഹമായി സ്ഥാനമാനങ്ങൾ നൽകുകയുമാണ് VT ബൽറാമും CV ബാലചന്ദ്രനും ചെയ്യുന്നത്. ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വിളിച്ചാൽ കോൺഗ്രസ് നേതാക്കന്മാർ ഫോൺ പോലും എടുക്കാതായപ്പോഴാണ് കോൺഗ്രസിൽ നിന്നും വിട്ടുനിന്നത്. ആപത്ഘട്ടങ്ങളിൽ MP രാജേഷാണ് സഹായിച്ചതെന്നും തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും മുഹമ്മദ് പറഞ്ഞു. മുൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയായിരുന്ന ബഷീറും മുഹമ്മദിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും KPCC അംഗവുമായിരുന്ന മുഹമ്മദിനെയും മുമ്പ് കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. ബൽറാം ആദ്യമായിട്ട് അസംബ്ലി സ്ഥാനാർത്ഥി വന്ന സമയത്ത് അന്ന് DCC പ്രസിഡന്റ് CV ബാലേന്ദ്രനെ വിളിച്ചു പറഞ്ഞു, ശക്തമായി എതിർക്കണം, ആ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹത്തെ കാല് കുത്തിക്കാൻ പാടില്ല എന്ന സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങൾ രണ്ടുപേരും. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയിലെ പ്രവർത്തകന്മാരെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് ഇപ്പോൾ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വന്നത്. ഫോൺ വിളിച്ചെടുക്കില്ല, നിരന്തരം ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അവിടുത്തെ സാധാരണ പ്രവർത്തകന്മാരോട് ചോദിച്ചാൽ VT ബൽറാം ഫോൺ വിളിച്ചാൽ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചു നോക്കൂ, 7 പ്രാവശ്യം 8 തവണ വിളിച്ചാലും ഒരു പാർട്ടി പ്രവർത്തനം എന്താണ്, ഒരു ആവശ്യം വന്നാൽ ഫോൺ എടുക്കണം അല്ലെങ്കിൽ തിരിച്ചു വിളിക്കണം, അതാണ് മര്യാദ. വിളിക്കില്ല. ഇത് പാർട്ടിയുടെ. രാജേഷ് വന്നു, ഈ 5 വർഷത്തിനുള്ളിൽ 118 കോടി രൂപ ചെലവാക്കി പാലം പണി കഴിഞ്ഞു. ഇപ്പോ പ്രചരണം അവിടെ അതല്ല, ഇപ്പൊ റോഡ് കെട്ടുന്നില്ല, സൈഡ് പാലം പണി കഴിഞ്ഞ് ആന വാങ്ങിയ തോട്ടി വാങ്ങാൻ പണിയുണ്ടോ? ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.